ഹായ് എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വായോ. നമ്മുടെ മാവിൽ നിറച്ച് മാങ്ങയാണ്, ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന്. നല്ല പുളിച്ച് മാങ്ങ കേട്ടോ, ഭയങ്കര പുളിപ്പുണ്ട്. പിന്നെ ഈ കറി വെച്ച് കഴിയുമ്പോൾ ഞാനിതിനകത്ത് പഞ്ചസാരയൊന്നും ഇടുന്നില്ല. ചിലർ പുളിപ്പ് കൂടുതലുണ്ടാകുമ്പോൾ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് മാങ്ങാക്കറി വെച്ചാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്കിച്ചിരി ചുവന്നുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ 2 പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പച്ചമുളക് നീളത്തിലങ്ങ് മുറിച്ചിട്ടേക്കാം. മാങ്ങ വേവാനായിട്ട് വെക്കാം. മാങ്ങയുടെ കൂടെ തന്നെ ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കീറിയിട്ടു. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പിലോട്ട് വെക്കാം അല്ലേ. ഉപ്പ് നമ്മളിപ്പോൾ ഇടുന്നില്ല, മാങ്ങ ഒന്ന് വെന്ത് വന്നോട്ടെ, അതിന് ശേഷം ഉപ്പിടാം. നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ 2 വെളുത്തുള്ളി, 1 മുറി തേങ്ങ, 3-4 ചെറിയുള്ളി, അതിൻ്റെ കൂടെ 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് നല്ല ജീരകം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കാശ്മീരി പൗഡർ ചേർത്തുകൊണ്ടാണ് ഇത്രയും കളറ്. നമുക്കത് ചേർത്തില്ലെങ്കിൽ നല്ല മഞ്ഞ കളറിൽ കറി കിട്ടും. പിന്നെ നമ്മൾ തേങ്ങ അരച്ച വെള്ളം കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചൂടുവെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കറിക്കൊരു വേറൊരു ടേസ്റ്റ് ആവും പച്ചവെള്ളം ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ചേർക്കുക. നന്നായിട്ട് കറിയൊന്ന് ഇളക്കി ചെറിയ തിള വരുമ്പോൾ ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ചുവന്ന മുളക് ഇടണം. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. ചുവന്ന മുളകും കറിവേപ്പിലയും കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മണമായിരിക്കും. അപ്പോൾ അതെല്ലാം അങ്ങ് ചേർത്തിട്ട് നമുക്ക് കടുക് വറുത്ത് കറിയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കടുക് വറുത്തൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക, കഴിക്കണ്ടേ. അത് ഞാനൊരു അച്ചര കുത്തിരി ചോറെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി മാങ്ങാക്കറിയും മീൻ വറുത്തതും. അയ്യോ, വായിക്കൂടെ വെള്ളം വരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ.
അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം, അടുത്തൊരു കറിയുമായിട്ട്. ഓക്കെ, അപ്പോൾ മാങ്ങക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കണ്ട. പിന്നെ എന്താ പറയുക, കമൻറ്റുകളൊക്കെ, വിലപ്പെട്ട കമൻറ്റുകളൊക്കെ എഴുതണം കേട്ടോ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, നിങ്ങൾക്ക് വേണോ? ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.